ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറച്ച് നാളുകൾക്ക് മുൻപ് എന്നോട് ചോദിച്ചതാണ്, സൗന്ദര്യലഹരിയിലെ 33-ാമത്തെ ശ്ലോകത്തെ പറ്റി ഒന്ന് വിവരിക്കാമോ എന്നുള്ളത്. ഇതിനു മുൻപ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നിങ്ങളോട് ഞാൻ മിക്കവാറും സ്പെഷ്യൽ ഡേയ്സിൽ, വളരെ പവർഫുള്ളായിട്ടുള്ള ഡേയ്സിലൊക്കെ സൗന്ദര്യലഹരിയിലെ 33-ാമത്തെ ശ്ലോകത്തിൻ്റെ കോലം വരച്ച് പൂജ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുമുണ്ട്. കാരണം ഏകദേശം ഒരു ചാനൽ തുടങ്ങി 2-ാമത്തെ മാസം, അതായത് ഫെബ്രുവരി മാസം മുതലാണ് ഞാൻ നിങ്ങൾക്ക് ഈ സൗന്ദര്യലഹരിയിലെ കോലങ്ങളെപ്പറ്റി പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ചെയ്ത് ഫലം കിട്ടിയിട്ട് ഒരുപാട് പേരെനിക്ക് മെസ്സേജും ചെയ്തിട്ടുണ്ട്. സഡനായിട്ട് തന്നെ അവൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനൊരു മെസ്സേജ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്നുള്ളത്. കാരണം നമുക്ക് സമ്പത്ത് കൂടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ഈ ഒരു സൗന്ദര്യലഹരിയിലെ 33-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. പർട്ടിക്കുലറി സമ്പത്താണ്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതായത് ധനം, നമ്മൾ ആഗ്രഹിക്കുന്ന ധനം എത്രയാണോ അത് ദേവി നമുക്ക് കയ്യിൽ കൊണ്ടുതരും. ഈ ഒരു മന്ത്രം ഒരു ദിവസം ഒരേ ഒരു തവണ നിങ്ങൾ ചൊല്ലിയാൽ മതി. പക്ഷേ ഇത് ചൊല്ലുന്നതിനൊരു വ്യത്യാസമുണ്ട്. സാധാരണ ചൊല്ലുന്നത് പോലെയല്ല ചൊല്ലുന്നത്. അതായത് ആ മന്ത്രം ചൊല്ലുന്നതിന് മുൻപും പിൻപും ചേർക്കേണ്ടുന്ന ഒരു കാര്യം. ഞാനിത് വർഷങ്ങളായിട്ട് ചൊല്ലുന്ന ഒരാളാണ്. ഒരേ ഒരു തവണ മാത്രമേ ചൊല്ലാറുള്ളൂ. ഞാൻ ആദ്യം ആ ഒരു ശ്ലോകം മാത്രമാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. ഒരിക്കലൊരു സപ്താഹത്തിൽ എനിക്ക് പങ്കെടുക്കേണ്ടി വന്നപ്പം ആ സപ്താഹത്തിലെ ആചാര്യനാണ് ഈ രീതിയിൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞത്. അന്ന് മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നൊരു രീതിയാണിത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, കൂടുതൽ ദേവീക്ഷേത്രങ്ങൾ ദർശിക്കാനായിട്ടുള്ളൊരു പുണ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദേവീമാഹാത്മ്യം ഞാൻ പാരായണം ചെയ്യുന്നതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദേവീമാഹാത്മ്യ പാരായണത്തിന് ശേഷമാണ് ഞാൻ ഈ സൗന്ദര്യലഹരിയിലോട്ട് കടന്നത്. അതിനുശേഷം എനിക്ക് ഒരുപാട് ദേവീക്ഷേത്രങ്ങൾ ദർശിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് മെച്ചവും ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഒരു ടേണിംഗ് പോയിൻ്റ്, അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം വന്നു ചേരുക എന്ന് പറയും. അത് നമ്മൾ ചെയ്യുന്ന പൂജകളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ ഫലം തന്നെയാണ്. എന്നാൽ പോലും ഈ സൗന്ദര്യലഹരിയിലെ ഈ ഒരു ശ്ലോകവും ലക്ഷ്മി പൂജകളും ബുധനാഴ്ചകളിലെ വെങ്കടേശ പൂജകളും ലക്ഷ്മി ദേവിക്കുള്ള സമർപ്പണം എന്നെ ധനപരമായിട്ട് എൻ്റെ ലൈഫിനെ ഉയർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം കഠിനാധ്വാനവുമുണ്ട്. ഇതൊക്കെ ചെയ്ത് ചൊല്ലി വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ധനത്തിനുള്ള സ്രോതസ്സ് ഈശ്വരൻ നമുക്ക് തുറന്നു തരും. അതിനെ നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഒരുപാട് പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല. സൗന്ദര്യലഹരിയിലെ 33-ാമത്തെ ശ്ലോകം ശങ്കരാചാര്യരാണ് ഇത് രചിച്ചത്. ശിഖരിണി രൂപത്തിലാണ് രചിച്ചിട്ടുള്ളത്. അതുമാത്രവുമല്ല, ആ 100 ശ്ലോകങ്ങളും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാവുന്നതാണ്. പർട്ടിക്കുലറായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സൗന്ദര്യലഹരിയിലെ 33-ാമത്തെ ശ്ലോകത്തിൻ്റെ കോലം നമ്മൾ വരച്ചിട്ട് ലക്ഷ്മി ദേവിയുടെ 1000 നാമങ്ങൾ താമരപ്പൂ ഇതളുകൾ കൊണ്ട് അർച്ചന ചെയ്താൽ ഫലം എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കിട്ടും. അത്ര പവറാണ് അതിന്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് ദേവിയുടെ അഷ്ടോത്തരം 108 തവണ ചൊല്ലി പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാനായിട്ടാണ്. അപ്പം നമുക്ക് ആദ്യം ആ ഒരു സൗന്ദര്യലഹരിയിലെ ശ്ലോകം ഏതാണെന്ന് നോക്കാം. എങ്ങനെ നമ്മൾ ആ ഒരു ശ്ലോകം ചൊല്ലണമെന്ന് നോക്കാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ചൊല്ലിയും കേൾപ്പിക്കാം. സ്മരം യോനിം ലക്ഷ്മീം ത്രിധയമിധമാധൗ തവ മനോർ നിധായൈകൈ നിത്യേ നിരവധി മഹാഭോഗരസികാഃ ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബന്ധാക്ഷവലയാഃ ശിവാഗ്നൗ ജുഹന്ധ്വഃ സുരഭികൃതധാരാഹുതിശതൈഃ. ഇതാണ് ആ ഒരു മന്ത്രമെന്ന് പറയുന്നത്. സ്മരം യോനിം ലക്ഷ്മീം ത്രിധയമിധമാധൗ തവ മനോർ നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാഃ ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബന്ധാക്ഷവലയാ ശിവാഗ്നൗ ജുഹന്ധ്വ സുരഭികൃത താരാഹുതിശതൈ. നമ്മൾ ഒരേ ഒരു തവണ മാത്രം ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതി. പക്ഷേ നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നതിന് മുൻപ്
ഓം നമഃശിവായ 3 പ്രാവശ്യം ജപിക്കണം. അതിനുശേഷം ഈ ഒരു മന്ത്രം ചൊല്ലുക. ശേഷം വീണ്ടും ഓം നമഃശിവായ 3 പ്രാവശ്യം ജപിക്കുക. അങ്ങനെ ജപിച്ചാൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ കൈക്കുള്ളിൽ എത്തിയിരിക്കും, ഉറപ്പ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 18, 21, 48, 54, 108 ദിവസങ്ങളിൽ ജപിക്കാം. ഒരു പർട്ടിക്കുലറായിട്ട് ധനത്തിൻ്റെ ആവശ്യം ദേവിയുടെ മുൻപിൽ വെച്ചുകൊണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ്. എങ്ങനെ ജപിച്ചാലും ഫലം ഉറപ്പായും ലഭിച്ചിരിക്കും. നമുക്ക് ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. സ്മരം യോനിം ലക്ഷ്മിം. സ്മരം എന്ന് പറയുന്നത് കാമദേവനെ കുറിക്കുന്ന ക്ലീം എന്ന ബീജാക്ഷരവും, യോനിം എന്ന് പറയുന്നത് ഭുവനേശ്വരി ദേവിയെ കുറിക്കുന്ന ഹ്രീം എന്ന ബീജാക്ഷരവും, അതുപോലെ ശ്രീം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയെ കുറിക്കുന്ന ബീജാക്ഷരവും. ഈ 3 ബീജാക്ഷരങ്ങളെ പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ ആദി എന്ന് പറഞ്ഞാൽ ആദ്യം, ഇത് പഞ്ചദശാക്ഷരി മന്ത്രമാണ്. അപ്പം ഈ ഒരു പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ തുടക്കത്തിൽ ഈ 3 ബീജമന്ത്രങ്ങളെ യോജിപ്പിച്ച് ചൊല്ലിയാൽ അത് ചൊല്ലുന്ന വ്യക്തി ഏതാണോ അവന് സർവ സൗഭാഗ്യങ്ങളും തീർച്ചയായും ലഭിക്കും. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ചില വ്യക്തികൾ, ചില മനുഷ്യർ, അവരെന്ത് ചെയ്തു? അവർ തങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ സുഖഭോഗങ്ങളും ഈ ഒരു മന്ത്രം ചൊല്ലി അവർ കരസ്ഥമാക്കിയിട്ട് അതിലവർ രസിച്ച് ജീവിച്ചു. അടുത്തതായി പറയുന്നത് ഭജന്തി ത്വാം ചിന്താമണി ഗുണ നിബന്ധാക്ഷവലയാഹ. ചിന്താമണി എന്ന് പറയുന്നത് ദേവിയുടെ ഗ്രഹമാണ്. അതുമാത്രവുമല്ല, ചിന്താമണി എന്ന് പറയുന്നത് ഒരു രത്നമാണ്. നിങ്ങൾക്ക് സ്ത്രീ സൂക്തം പറഞ്ഞു തന്നപ്പം ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. നമ്മൾ എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും അത് നമ്മൾക്ക് സാധിച്ചു തരുന്നതാണ് ഈ ഒരു ചിന്താമണി കല്ല് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളൊരു മാല പോലെയാക്കണം. അതായത് ചിന്താമണിയാകുന്ന മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ജപമാല പോലെയുള്ളൊരു മാല. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ആ ജപമാലയിലെ ഓരോ മുത്തുകളാണ്. അപ്പം നമ്മൾ അതങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഈ ജപമാലയിലെ മുത്തുകളാകുന്ന എല്ലാ ആഗ്രഹങ്ങളെയും പരമശിവൻ്റെ മറ്റൊരു രൂപമാകുന്ന അഗ്നിയിൽ, ശിവനാകുന്ന അഗ്നിയിൽ നമ്മളിത് ഹോമിക്കണം. എങ്ങനെ ഹോമിക്കണം? കാമധേനു എന്ന പശുവിൻ്റെ പാലുകൊണ്ട് നിർമ്മിച്ച നെയ്യിൽ നമ്മൾ ഈ തീയിലോട്ട് ഒഴിക്കുമ്പോൾ എന്ത് പറ്റും? ആ തീ ആളിക്കത്തും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഈ മന്ത്രം ചൊല്ലി ചൊല്ലി അത് ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആ ദീപത്തിൻ്റെ ആ ഒരു അഗ്നിയുടെ ജ്വാല നമ്മൾ നെയ്യ് ഒഴിക്കും തോറും കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ ഓരോ ദിവസവും നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നതനുസരിച്ച് ആ ഒരു ജ്വാല അതിശക്തമായി കത്തി നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. കാമധേനു എന്ന് പറയുന്നത് അറിയാം എല്ലാവർക്കും. നമ്മുടെ എന്തൊരാഗ്രഹങ്ങളും സാധിച്ചു തരുന്ന പശുവാണ് കാമധേനു. ഇവിടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന ചിന്താമണിയും അതേപോലെ എന്തു ചോദിച്ചാലും തരുന്ന കാമധേനുവും. അങ്ങനെ ശിവനാകുന്ന അഗ്നിയിൽ നമ്മളിത് ലയിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓം നമഃശിവായ ഈ ഒരു ശ്ലോകം ചൊല്ലുന്നതിന് മുൻപ് ചൊല്ലുന്നതിൻ്റെ അർത്ഥം. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാകുന്നു. ആദ്യം നമ്മൾ ഭഗവാനെ സ്മരിച്ച് ഇത് ചൊല്ലുന്നു, വീണ്ടും നമ്മളിത് ഭഗവാനിൽ ലയിപ്പിക്കുന്നു. അതായത് നമ്മുടെ ആഗ്രഹം അത് എന്ത് തന്നെ ആയാലും നമ്മളത് പൂർണ്ണമായി ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു ശ്ലോകം ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം അത് എന്ത് തന്നെ ആയാലും ദേവി സാധിച്ചു തരും. പർട്ടിക്കുലറായിട്ട് ഈ ഒരു ശ്ലോകം ചൊല്ലുക എന്ന് പറയുന്നത് തീർച്ചയായും 5 തിരിയിട്ട നിലവിളക്ക് നെയ്യൊഴിച്ച് കത്തിച്ച് അതിന് മുൻപിലിരുന്ന് ചൊല്ലിയാൽ വളരെയധികം ഫലം കിട്ടും. ഇപ്പോൾ എല്ലാ ദിവസവും എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എങ്കിലും നിങ്ങൾ സാധാരണ രാവിലെയോ വൈകിട്ടോ നിലവിളക്ക് കത്തിക്കുമ്പോൾ ആ നിലവിളക്കിന് മുൻപിലിരുന്ന് ഇത് ചൊല്ലിയാൽ മതിയാവും. നോൺ വെജ് കഴിച്ചിട്ട് ഒരിക്കലും ഇത് ചൊല്ലരുത്. അതുകൊണ്ട് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇത് ചൊല്ലുന്നതാണ് ഉത്തമം. രാവിലെയോ വൈകിട്ടോ. പക്ഷേ നോൺ വെജ് കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. പീരിയഡ്സും പുലവാലായ്മയുള്ളപ്പോഴും ഒന്നും ചൊല്ലരുത്. അതിൽ തന്നെ ആദ്യമായി ചൊല്ലുമ്പോൾ 18 അല്ലെങ്കിൽ 21 ദിവസം കണ്ടിന്യൂസ്ലി മുടങ്ങാതെ ചൊല്ലാൻ പറ്റിയാൽ നമുക്ക് ആ ഒരു മന്ത്രത്തിൻ്റെ പവർ അറിയാനായിട്ട് സാധിക്കും.
വളരെ അധികം ഫലം തരുന്ന ഒന്നാണ് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ആദ്യമായിട്ട് നിങ്ങൾക്കിത് ചൊല്ലുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. എന്നാൽ പോലും ചൊല്ലി ചൊല്ലി നിങ്ങൾക്കത് പഴക്കമാകുകയും നിങ്ങളത് കാണാതെ പഠിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്കിത് നല്ല രീതിയിൽ ചൊല്ലാൻ പറ്റും. യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ഇത് ചൊല്ലിയിട്ടുണ്ട്. അത് കേട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇത് ചൊല്ലാൻ തുടങ്ങാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ പൗർണമിയോ ആണ്. ഈ വരുന്ന വെള്ളിയാഴ്ച 30 വെള്ളിയാണ്. മിഥുന മാസത്തിലെ ആദ്യത്തെ വെള്ളിയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്കിത് ചൊല്ലി തുടങ്ങാവുന്നതാണ്. ബ്രഹ്മമുഹൂർത്തത്തിലോ വൈകിട്ട് 6 മണിക്ക് ശേഷമോ എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. നിങ്ങളുടെ ആഗ്രഹമാകുന്ന മുത്തുകളെ ചിന്താമണി രൂപത്തിൽ പരമശിവനിൽ അർപ്പിച്ചുകൊണ്ട് ദേവിയിലെത്തിച്ചാൽ തീർച്ചയായിട്ടും അത് അമ്മ മഹാമായ സാധിച്ചു തരിക തന്നെ ചെയ്തിരിക്കും. അത്ര മാത്രം ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട നിങ്ങൾക്ക് സൗന്ദര്യ ലഹരിയുടെ മഹാത്മ്യവും അതിൻ്റെ മഹിമയും അതിൻ്റെ പവറും മനസ്സിലാക്കാൻ. എല്ലാവരും ഇത് ചൊല്ലാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.